7-ാം അധ്യായം. അതിന്റെ ശേഷം പാർസി രാജാവായ അർത്ഥഹ്ശഷ്ടാവിന്റെ വാഴ്ചക്കാലത്ത് എസ്രാ ബാബേലിൽ നിന്ന് വന്നു. അവൻ സെരായാവിന്റെ മകൻ, അവൻ അസര്യാവിന്റെ മകൻ, അവൻ ഹിൽക്കീയാവിന്റെ മകൻ, അവൻ ശല്ലൂമിന്റെ മകൻ, അവൻ സാദോക്കിന്റെ മകൻ, അവൻ അഹീതൂബിന്റെ മകൻ, അവൻ അമര്യാവിന്റെ മകൻ, അവൻ അസര്യാവിന്റെ മകൻ, അവൻ മെരായോത്തിന്റെ മകൻ, അവൻ സെരഹ്യാവിന്റെ മകൻ, അവൻ ഉസ്സിയുടെ മകൻ, അവൻ ബുക്കിയുടെ മകൻ, അവൻ അബീശുവയുടെ മകൻ, അവൻ ഫീനഹാസിന്റെ മകൻ, അവൻ ഏലയാസാരിന്റെ മകൻ, അവൻ മഹാപുരോഹിതനായ അഹരോന്റെ മകൻ. ഈ എസ്രാ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ നൽകിയ മോശെയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. അവന്റെ ദൈവമായ യഹോവയുടെ കൈ അവന് അനുകൂലമായിരിക്കയാൽ രാജാവ് അവന്റെ അപേക്ഷയൊക്കെയും അവന് നൽകി. അവനോടുകൂടെ ഇസ്രയേൽ മക്കളിലും പുരോഹിതന്മാരിലും ലേവ്യരിലും സംഗീതക്കാരിലും വാതിൽ കാവൽക്കാരിലും ദൈവാലയദാസന്മാരിലും ചിലർ അർത്ഥഹ്ശഷ്ട രാജാവിന്റെ 7-ാം ആണ്ടിൽ യെരൂശലേമിൽ വന്നു. 5-ാം മാസത്തിലായിരുന്നു അവൻ യെരൂശലേമിൽ വന്നത്. അത് രാജാവിന്റെ 7-ാം ആണ്ടായിരുന്നു. 1-ാം മാസം 1-ാം തീയതി അവൻ ബാബേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. തന്റെ ദൈവത്തിന്റെ കൈ തനിക്ക് അനുകൂലമായിരിക്കുന്നതുകൊണ്ട് അവൻ 5-ാം മാസം 1-ാം തീയതി യെരൂശലേമിലെത്തി. യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അത് അനുസരിച്ചു നടപ്പാനും ഇസ്രയേലിൽ അതിന്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്രാ മനസ്സുവച്ചിരുന്നു. ഇസ്രയേലിനോടുള്ള യഹോവയുടെ കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും വാക്യങ്ങളിൽ വിദഗ്ധ ശാസ്ത്രിയായ എസ്രാ പുരോഹിതന് അർത്ഥഹ്ശഷ്ടാ രാജാവ് കൊടുത്ത എഴുത്തിന്റെ പകർപ്പാവിത്. രാജാധിരാജാവായ അർത്ഥഹ്ശഷ്ടാവ് സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ശാസ്ത്രിയായ എസ്രാ പുരോഹിതന് എഴുതുന്നത് ഇത്യാദി. നമ്മുടെ രാജ്യത്തുള്ള ഇസ്രയേൽ ജനത്തിലും അവന്റെ പുരോഹിതന്മാരിലും ലേവ്യരിലും യെരൂശലേമിലേക്ക് പോകുവാൻ മനസ്സുള്ള ഏവനും നിന്നോടുകൂടെ പോരുന്നതിന് ഞാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു. നിന്റെ കൈവശം ഇരിക്കുന്ന നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണപ്രകാരം യഹൂദായിലെയും യെരൂശലേമിലെയും കാര്യം അന്വേഷിപ്പാനും രാജാവും അവന്റെ മന്ത്രിമാരും യെരൂശലേമിൽ അധിവസിക്കുന്ന ഇസ്രയേലിന്റെ ദൈവത്തിന് ഔദാര്യമായി കൊടുത്തിരിക്കുന്ന വെള്ളിയും പൊന്നും ബാബേൽ സംസ്ഥാനത്തു നിന്നൊക്കെയും നിനക്ക് ലഭിക്കുന്ന വെള്ളിയും പൊന്നുമെല്ലാം യെരൂശലേമിൽ തങ്ങളുടെ ദൈവത്തിന്റെ ആലയം വകയ്ക്ക് ജനവും പുരോഹിതന്മാരും തരുന്ന ഔദാര്യദാനങ്ങളോടുകൂടെ കൊണ്ടുപോകുവാനും രാജാവും അവന്റെ 7 മന്ത്രിമാരും നിന്നെ അയക്കുന്നു. ആകയാൽ നീ ജാഗ്രതയോടെ ആ ദ്രവ്യം കൊണ്ട് കാളകളെയും ആട്ടുകൊറ്റന്മാരെയും കുഞ്ഞാടുകളെയും അവയ്ക്ക് വേണ്ടുന്ന ഭോജനയാഗങ്ങളെയും പാനീയയാഗങ്ങളെയും മേടിച്ച് യെരൂശലേമിലുള്ള നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ യാഗപീഠത്തിന്മേൽ അർപ്പിക്കണം. ശേഷിപ്പുള്ള വെള്ളിയും പൊന്നും കൊണ്ട് ചെയ്യുവാൻ നിനക്കും നിന്റെ സഹോദരന്മാർക്കും യുക്തമെന്ന് തോന്നും പോലെ നിങ്ങളുടെ ദൈവത്തിന് പ്രസാദമാകും വണ്ണം ചെയ്തുകൊള്ളുവിൻ. നിന്റെ ദൈവത്തിന്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് നിന്റെ കൈവശം തന്നിരിക്കുന്ന ഉപകരണങ്ങളും നീ യെരൂശലേമിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കണം. നിന്റെ ദൈവത്തിന്റെ ആലയത്തിന് പിന്നെയും ആവശ്യമുള്ളതായി കൊടുക്കേണ്ടി വരുന്നതിന് നീ രാജാവിന്റെ ഭണ്ഡാരഗൃഹത്തിൽ നിന്ന് കൊടുത്തുകൊള്ളണം. അർത്ഥഹ്ശഷ്ടാ രാജാവായ നാം നദിക്ക് അക്കരെയുള്ള സകല ഭണ്ഡാര വിചാരകന്മാർക്കും കൽപ്പന കൊടുക്കുന്നതെന്തെന്നാൽ, സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ശാസ്ത്രിയായ എസ്രാ പുരോഹിതൻ നിങ്ങളോട് ചോദിക്കുന്നതൊക്കെയും 100 താലന്ത് വെള്ളിയും 100 കോർ കോതമ്പും 100 ബത്ത് വീഞ്ഞും 100 ബത്ത് എണ്ണയും വരെയും ഉപ്പ് വേണ്ടും പോലെയും ജാഗ്രതയോടെ കൊടുക്കണം. രാജാവിന്റെയും അവന്റെ പുത്രന്മാരുടെയും രാജ്യത്തിന്മേൽ ക്രോധം വരാതിരിക്കേണ്ടതിന് സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കൽപ്പനപ്രകാരം സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ആലയത്തിന് അവകാശമുള്ളതൊക്കെയും കൃത്യമായി ചെയ്യേണ്ടതാകുന്നു. പുരോഹിതന്മാർ, ലേവ്യർ, സംഗീതക്കാർ, വാതിൽ കാവൽക്കാർ, ദേവാലയദാസന്മാർ എന്നിവർക്കും ദൈവത്തിന്റെ ഈ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന യാതൊരുത്തനും കരമോ നികുതിയോ ചുങ്കമോ ചുമത്തുന്നത് വിഹിതമല്ല എന്നും നാം നിങ്ങൾക്ക് അറിവ് തരുന്നു. നീയോ എസ്രായേ, നിനക്ക് നിന്റെ ദൈവം നൽകിയ ജ്ഞാനപ്രകാരം നദിക്കക്കരെ പാർക്കുന്ന സകല ജനത്തിനും നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങളെ അറിയുന്ന ഏവർക്കും തന്നെ ന്യായം പാലിച്ചു കൊടുക്കേണ്ടതിന് അധികാരികളെയും ന്യായാധിപന്മാരെയും നിയമിക്കണം. അറിയാത്തവർക്കോ നിങ്ങൾ അവയെ ഉപദേശിച്ചു കൊടുക്കണം. എന്നാൽ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണവും രാജാവിന്റെ ന്യായപ്രമാണവും അനുസരിക്കാത്ത ഏവനെയും
ജാഗ്രതയോടെ ന്യായം വിസ്തരിച്ച് മരണമോ പ്രവാസമോ പിഴയോ തടവോ അവന് കൽപ്പിക്കേണ്ടതാകുന്നു. യെരൂശലേമിലെ യഹോവയുടെ ആലയത്തെ അലങ്കരിക്കേണ്ടതിന് ഇങ്ങനെ രാജാവിന് തോന്നിക്കുകയും രാജാവിന്റെയും അവന്റെ മന്ത്രിമാരുടെയും രാജാവിന്റെ സകല പ്രഭു വീരന്മാരുടെയും ദയ എനിക്ക് ലഭിക്കുമാറാക്കുകയും ചെയ്ത നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഇങ്ങനെ എന്റെ ദൈവമായ യഹോവയുടെ കൈ എനിക്ക് അനുകൂലമായിരുന്നതിനാൽ ഞാൻ ധൈര്യപ്പെട്ട് എന്നോടുകൂടെ പോരേണ്ടതിന് യിസ്രയേലിലെ ചില തലവന്മാരെ കൂട്ടിവരുത്തി.